ഇത് അവസാനത്തെ യുദ്ധമാണ്. 27 നടക്കാൻ പോകുന്നത് നമ്മുടെ അവസാനത്തെ പോരാട്ടമായിരിക്കാം. ചിലപ്പോൾ തെരുവിൽ ജനങ്ങളില്ല എങ്കിൽ, ഈ സമരത്തിന് നിങ്ങൾ പിന്തുണ അർപ്പിച്ചില്ല എങ്കിൽ, നമ്മൾ എന്നേക്കുമായിട്ട് തോറ്റുപോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണേണ്ടി വരും. പക്ഷെ അങ്ങനെ നിങ്ങൾ തോൽക്കില്ല എന്നൊരു തോന്നൽ തരുന്നത് ഇതുപോലെയുള്ള മനുഷ്യരെ നമ്മുടെ കൂടെ വന്ന് ഒരു വലിയ പിന്തുണ നൽകുമ്പോഴാണ്. ഇതൊരു കുടുംബമാണ്. വ്ളോഗൊക്കെ ചെയ്യുന്ന അജ്മൽ മാലിയുടെ കുടുംബമാണ്. അവര് കുടുംബമായിട്ട് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഉമ്മ, പെങ്ങള്, സഹോദരൻ, കുടുംബമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ സമരത്തിനും വരേണ്ടത് കുടുംബമായിട്ട് തന്നെയാണ്. കാരണം ഇത് ഓരോ കുടുംബത്തിനും ആവശ്യമുള്ള സമരമാണ്. മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് കേവലം എനിക്കോ അല്ലെങ്കിൽ ഈ വീഡിയോ ചെയ്യുന്നതോ ഈ വീഡിയോയിൽ നിൽക്കുന്ന ഇവർക്കോ ഉള്ളതല്ല. മറിച്ച് ഒരു രോഗം വന്നിട്ടുള്ള എല്ലാ മനുഷ്യർക്കും ആവശ്യമുള്ള ഒരു വലിയ ആവശ്യമുള്ള സംഭവമാണ്. ഖാദർഭായിൻ്റെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ട് ആദ്യത്തെ വീഡിയോസ് കാണുമ്പോൾ ഞാൻ വലിയ കാര്യമാക്കിയിട്ടില്ല. ഞാൻ എൻ്റെതായ എൻ്റെ ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ട് തിരക്കിൽ തന്നെ ആയിരുന്നു. പിന്നെയും വീഡിയോസ് കുറേ കാണാൻ തുടങ്ങിയപ്പം എനിക്കിതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായി. കാരണം എനിക്കും ഉണ്ട് കുടുംബം. ഞാനും ഒരു ഫാമിലി മാനാണ്. എൻ്റെ കുടുംബത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് പോലും ഇല്ല. പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ മംഗലാരോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി കാണിക്കേണ്ട ഒരു അവസ്ഥ വന്നു. പക്ഷേ നമ്മളെ നാട്ടിൽ ഒരു മെഡിക്കൽ കോളേജ് ഇല്ല എന്ന് പറയുമ്പോൾ വളരെ സങ്കടമുണ്ട്. അങ്ങനെ ഞാൻ ഖാദർഭായിക്ക് ഇന്നലെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞതാണ് ഞാനും എൻ്റെ ഫാമിലി വരാം. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ചിന്തിക്കാൻ കാരണം ഇതെല്ലാവർക്കും വേണ്ടിയാണ്. മൂപ്പർ വീഡിയോസ് ഇടുന്നത് മൂപ്പറിന് മാത്രമല്ല, ഇതെല്ലാവർക്കും വേണ്ടിയാണ്. അപ്പം എല്ലാവരും ഇതിന് ഒറ്റക്കെട്ടായി എന്തായിട്ട് നിങ്ങൾ ഉണ്ടാവണം. ഇത് കണ്ടു ഞങ്ങൾക്ക് സങ്കടം വരും. ഇത് പ്രേതാലയമാണോ എന്ന് തോന്നും. അതുപോലത്തെ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഞാനൊരു ഉമ്മയാണ്. എൻ്റെ മക്കൾക്ക് നാളെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓടി വരാൻ വേണ്ടിയിട്ട് ഒരു മെഡിക്കൽ കോളേജ് ഈ കാസർഗോഡ് ജില്ലയിലില്ല. അതുകൊണ്ട് ഈ കാസർഗോഡ് ജില്ലയിൽ ഈ മെഡിക്കൽ കോളേജ് പകുതിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം ഇതിനൊന്ന് പൂർത്തിയാക്കി കിട്ടാൻ നമുക്ക് എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. അപ്പോൾ 27-ന് കാസർഗോഡ് വിദ്യാനഗർ ഗവൺമെൻറ് കോളേജ് പരിസരത്ത്, ഇവിടെയല്ല, കാസർഗോഡ് വിദ്യാനഗർ ഗവൺമെൻറ് കോളേജ് പരിസരത്തേക്ക് നിങ്ങളെല്ലാവരും എത്തുക. ഒരിക്കൽ കൂടി പറയുന്നു, അന്നൊരു കാരണവശാലും ഉറങ്ങിപ്പോകരുത്. പിന്നീട് ഒരിക്കലും നമ്മൾ എണീക്കുകയില്ല. കൃത്യം 10 മണിക്ക് അവിടെ